വളാഞ്ചേരി കൊടുമുടിയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം. പാടത്ത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് ദാരുണമായി മരിച്ചു. വളാഞ്ചേരി കൊടുമുടി സ്വദേശി മണികണ്ഠൻ എന്ന 49-കാരനാണ് മരിച്ചത്. മീൻ പിടിക്കാനായി പോയ മണികണ്ഠനെ പിന്നീട് പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മണികണ്ഠൻ മരിച്ചത്. അതേസമയം KSEBയുടെ അനാസ്ഥയാണ് മണികണ്ഠൻ മരിക്കാൻ കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. പൊട്ടിവീണ വൈദ്യുതി കമ്പിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇത് മാറ്റാൻ പലകുറി നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും KSEB അധികൃതർ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കൊല്ലത്തിൽ 3-4 പ്രാവശ്യം ഇവിടെ പൊട്ടുന്നത്, മരം വീണിട്ടും മറ്റുള്ള. ഇപ്പൊ ഇന്നലെ പൊട്ടിയത് ഒരു മരം കൂടി വീണിട്ടില്ല. അത്രക്കും പഴക്കം ചെന്ന കമ്പി ആവുകൊണ്ട് ആണ് ഇത് പൊട്ടാനുള്ള കാരണം. അത് KSEBയുടെ അനാസ്ഥ തന്നെയാണ്. ഓഫീസിൽ ഒരു 5 വട്ടയിലും വിളിച്ചിട്ടുണ്ടാവും. ലൈൻമാൻമാർ വരുമ്പോൾ അവരോട് പറയും, ഓവർസിയർമാർ വരുമ്പോൾ അവരോട് പറയും, ആ ജീപ്പായിട്ട് അവർ മെയിൻ്റനൻസിന് വരുമ്പോൾ പറയും. പക്ഷെ അവർ ഇന്നേ വരെ ഇപ്പം പെട്ടെന്നൊരു കമ്പി വിട്ടാൽ നമ്മൾ ലൈൻമാൻമാരുമാതിരി പ്ലെയറായിട്ട് നടക്കുന്ന ആൾക്കാരല്ലല്ലോ നാട്ടുകാർ. ലൈൻ പൊട്ടി വീണ സമയം ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും നാട്ടുകാർക്ക് സാധിച്ചില്ല. ട്രാൻസ്ഫോർമറിൽ സുരക്ഷിതമായ ഫ്യൂസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. ഒരു കമ്പി പിരിച്ചു വെച്ചത് മാത്രമായിരുന്നു ഫ്യൂസായി ഉപയോഗിച്ചിരുന്നത്. ഇതുമൂലം മണികണ്ഠൻ ഏറെ നേരം പാടത്ത് കിടക്കേണ്ടിയും വന്നു. ഏറെ നേരത്തിനു ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും സാധിച്ചത്. മരിച്ച മണികണ്ഠൻ സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനാണ്. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന മണികണ്ഠന്റെ അനാഥമായ കുടുംബത്തിനു വേണ്ട സഹായം ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ, വളാഞ്ചേരി.